യെസ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജൂൺ 2 ആണ്. അപ്പോൾ ഇന്ന് സ്കൂൾ ഓപ്പൺ ആവുകയാണ്. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പുതിയ സ്കൂളിലാണ്. ഏതാണ്? നവഭാരത് പുതിയ സ്കൂളിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 8:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കരുതി നേരത്തെ പോവാം. ഒരു 9:30ക്കാണ് അവർ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ അവിടെ റീച്ച് ആവുന്ന രീതിക്ക് പോവാമെന്ന്. അപ്പോൾ കണ്ടോ, തലയിലൊരു ബട്ടർഫ്ലൈ. ഈ സംഭവം ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വയ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഹെൽമെറ്റ് വണ്ടിയിലുണ്ട്, പ്രിൻസിൽ തന്നെ എൻ്റെ ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ അപ്പോൾ വയ്ക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയ്യിലും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് ആരാണെന്ന് മനസ്സിലായിട്ടോ, നമ്മുടെ വണ്ടി. യെസ്, അതറിയാം. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിൻസ് ഞങ്ങളുടെ വണ്ടിയാണെന്ന്. അപ്പം എന്തായാലും ഇനി പോട്ടെ. കൂടുതൽ നേരം നിന്നാണെങ്കിൽ ഡിലേ ആവും, പിന്നെ വെയിലൊക്കെ അടിക്കാൻ തുടങ്ങും. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇച്ചിരി വെയിലൊക്കെ അടിച്ചു തുടങ്ങിയത്. ഇത്രയും ദിവസം പെരും മഴയായിരുന്നല്ലോ. പല ഡിസ്ട്രിക്റ്റിലും ഇപ്പോഴും മഴയാണ്, കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ചില ഡിസ്ട്രിക്റ്റിലൊന്നും സ്കൂൾ തുറക്കില്ല എന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ സ്കൂളുണ്ട് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രല്ലേ, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ അപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിന്ന് ഡിലേ ആക്കുന്നില്ല, വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അങ്ങനെ അപ്പൂനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ട് എനിക്കൊരു ബ്രൈഡലിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കുന്നുണ്ട്. ഈ 3 പയ്യന്മാരിങ്ങനെ കൈയും ഇതൊക്കെ മുഖത്ത് മറച്ചു പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലൊന്ന് ചോദിച്ചു, പയ്യന്മാർ അപ്പൂൻ്റെ സ്കൂൾ ക്ലാസ്സിലാണോ എന്ന്. അപ്പൂൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് 3 പേരും. അങ്ങനെ അപ്പോൾ അവിടെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരുമില്ല, അവൾക്ക് പരിചയമുള്ള പുതിയ സ്കൂളും കൂടി ആയതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. നല്ല വിഷമമായിരുന്നു അപ്പോൾ. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ സ്കൂള്. എനിക്ക് ഫുൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ കണ്ടോ, ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ വീട്ടിലൊന്ന് നോക്കിയപ്പോഴാണ് നല്ല രീതിക്ക് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോയിൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് കേട്ടിട്ടാണെന്ന്. അപ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇതിലൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ബ്രൈഡൽ വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു 3-4 മണിക്കൂറിൽ ഞാൻ എന്തായാലും തിരിച്ചു വരും. ആ ഒരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ അവിടെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരികയും വേണം. ഒന്നാണെങ്കിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഉച്ചവരേക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് കഴിയുമെന്ന്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോവും. അപ്പോൾ ഇതേണ്ട ഞാനിവിടെ വന്നു. നമ്മുടെ പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഒരുക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കൊണ്ടങ്ങ് കൺഫ്യൂഷനാവും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഏത് അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു, അങ്ങനെ ഫുള്ള് കൺഫ്യൂഷനാവും. അതുകൊണ്ട് സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് വന്ന ഉടനെ ആ ഡ്രസ്സങ്ങ് മാറി യൂണിഫോം എടുത്തിട്ടു. അപ്പോൾ അതിലാകുമ്പോഴത്തേക്കും ഓക്കെ, ചെയ്ത ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ആയിരുന്നാൽ പോലും കുഴപ്പമില്ല, തിരിച്ച് സ്കൂളിലോട്ട് പോകുമ്പോൾ ആ ഒരു ഇതിൽ പോവാം. അപ്പോൾ ഞാൻ മുടി ഫുള്ളങ്ങ് ക്രിമ്പ് ചെയ്തിട്ടു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിന് ചെയ്യാമല്ലോ എന്ന് കരുതി. അതിനുശേഷം ബ്രൈഡ് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് എന്താണ്, നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ വെച്ച് ഫുള്ള് കുറച്ച് ആ ഒരു രീതിക്കാണ് എടുത്തത്, എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ പുള്ളിക്കാരി ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെയിലായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാനും പറ്റിയില്ല. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് പുള്ളിക്കാരിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാൻ കമൻറ്റിൽ പറയണം കേട്ടോ. എങ്ങനെയുണ്ട് പുള്ളിക്കാരിയുടെ ലുക്ക് എന്നൊക്കെ. എനിക്കും ടൈമില്ലായിരുന്നു, തിരിച്ച് സ്കൂളിൽ പോയിട്ട് വെപ്രാളപ്പെട്ടാണ് കേട്ടോ എടുത്തത്. എങ്ങനെയുണ്ട് ഫോട്ടോസൊക്കെ? ഇതൊക്കെ എൻ്റെ ഫോണിൽ എടുത്താണ് കേട്ടോ. വീഡിയോ എനിക്ക് ഭയങ്കര ക്ലാരിറ്റിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നെന്ന് പറയുന്നത് എനിക്ക് പോകാനുള്ള വെപ്രാളത്തിൽ ഫൈനലായിട്ട് ആ വീഡിയോസ് എടുത്തത്. ഫോട്ടോ മാത്രം കുറച്ച് നല്ല രീതിക്ക് ഞാൻ എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ എന്തായാലും റിപ്ലൈ ഇടണം. എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ ഫസ്റ്റ് വർക്കാണ്, നോക്കിയിട്ട് പറയട്ടോ. ജിമ്മിൽ പോകുന്നു മക്കളെ, ജിമ്മിൽ പോകുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര ടയേർഡൊക്കെ ഫീൽ ആവുന്നുണ്ട്. എന്നാലും ഓക്കെ, പോവാം.
മടി പിടിച്ചിരുന്ന ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കും. ഓക്കേ, എന്തിനപ്പോ അനാവശ്യത്തിന് വീഡിയോ എടുക്കും. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? നിസ്കരിക്കാൻ പോകുന്ന? പെട്ടെന്ന് നിസ്കരിച്ചിട്ട് കുയ് 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 കുയ്. അപ്പോൾ നിസ്കരിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നേരത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആ മേക്കപ്പ് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അപ്പു അതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഫുള്ള് വാഷ് ചെയ്ത് കളഞ്ഞു. നിസ്കരിക്കാനുള്ളതുകൊണ്ട് എല്ലാം വാഷ് ചെയ്തിട്ട് വന്ന് അപ്പോൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ ഫിനിഷ് ചെയ്യാണ്. വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് എന്താണ് അപ്പുവിൻ്റെ പുതിയ സ്കൂളിലേക്ക് പോയി. പിന്നീട് എനിക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ വിശേഷങ്ങളായിട്ടും കാര്യങ്ങളായിട്ടൊന്നും ഒന്നുമില്ല. അപ്പോൾ എന്താ അപ്പു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.